ഇറ്റ്സ് മീ സവിത ചാൾസ് ഫ്രം പുത്തൂരാൻസ്. നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതും പ്യുവർ കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ്. ഇതിനകത്ത് കുറച്ചും കൂടി നമ്മൾ ക്യാമ്പ്രിക് ചെയ്യുന്നതിന് ആ ക്യാമ്പ്രിക് തന്നെയാണ് കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ് കൂടിയിട്ടുള്ള ക്യാമ്പ്രിക് ആണ്. നോർമലി കാണിക്കാറുള്ള ക്യാമ്പ്രിക് അല്ല. കുറച്ചും കൂടി എന്താ പറയുക, ഫാബ്രിക്കിന് കുറച്ചും കൂടി ഒരു സ്മൂത്ത് ഫിനിഷ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം. 129 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഡാർക്കർ ടോണും ഉണ്ട്, ലൈറ്റർ ടോണും ഉണ്ട്. അതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഓരോ ഡിസൈൻസ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം. 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ചന്ദന കളറിൻ്റെ കുറച്ചുകൂടി ഡാർക്ക് ആയിട്ടുള്ള ടോണിലാണ്. ഇതിനൊരു പ്രത്യേകതയുള്ളത്, ഇതൊരു ആനിമൽ പ്രിൻ്റാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആനിമൽ പ്രിൻ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഇതിനകത്തുള്ള ആനിമൽ എന്ന് പറയുന്നത് ആനയാണ്, എലിഫൻറ്റിൻ്റെ ഒരു പ്രിൻ്റാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ആനിമൽ പ്രിൻ്റ് ഓൺലൈനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു എന്താ പറയുക, ബ്രൗൺ കളറിലുള്ള പ്രിൻ്റാണ്. ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഫാബ്രിക് എല്ലാം സെയിം ആണ്, പ്രിൻറ്റിനാണ് ചേഞ്ച് വന്നിട്ടുള്ളത്. ഒരു ഓഫ് വൈറ്റ് കളറിനകത്തേക്ക് ഒരു ബേസ് ഒരു ഓഫ് വൈറ്റ് കളറാണ്, അതിനകത്തേക്കൊരു ഗ്രീൻ കളറിലുള്ള ഒരു ജോമെട്രിക് പാറ്റേണിലുള്ള പ്രിൻ്റാണ് പോകുന്നത് കേട്ടോ. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. കുറച്ചൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഈ ഒരു കളർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ബ്രിക്ക് റെഡിൻ്റെ കളറിന് മാച്ച് ചെയ്യാവുന്നൊരു കളറാണ്. അജ്രക് സ്റ്റൈലിലുള്ള പ്രിൻ്റാണ് പോകുന്നത്. കുറച്ച് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന പോലത്തെ പ്രിൻ്റാണ്. ബ്ലൂ കളറാണ് കേട്ടോ പ്രിൻറ്റിന് വരുന്നത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം തന്നെ വരുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിലാണ്. എല്ലാത്തിൻ്റെയും പ്രൈസ് 129 ആണ്. ഫാബ്രിക്കിൻ്റെ ഡിസൈനും അതുപോലെ തന്നെ പ്രിൻറ്റും എല്ലാം ചേഞ്ച് ആണ്. അസോർട്ടഡ് ആയിട്ടുള്ളൊരു കളക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് റെഡാണ്, ബ്ലഡ് റെഡ് കളറാണ്. അതിനകത്ത് തന്നെ ഡോട്ട് ആയിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ പോകുന്നത്. സിഗ്സാഗ് പാറ്റേണിലുള്ള ഒരു ഡോട്ട് പ്രിൻ്റാണ് പോകുന്നത്. ഒത്തിരി നമ്മളങ്ങനെ സൂക്ഷിച്ച് നോക്കിയാലാണ് ആ ഡോട്ട് ക്ലിയർ ആകുകയുള്ളൂ. വെയർ ചെയ്യുമ്പോൾ ഈ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലാക്ക് കളറിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അസോർട്ടഡ് ആയിട്ടുള്ള കളറും പ്രിൻറ്റും ആണെന്ന്. ഇത് വന്നിട്ടുള്ളതൊരു ബൂട്ടയാണ് കേട്ടോ. സെൽഫായിട്ടുള്ളൊരു ഗ്രേ കളറിലുള്ള ബൂട്ടയാണ് ഇതിനകത്ത് പോകുന്നത്. ക്ലോസിൽ കാണിക്കുമ്പോൾ ക്ലിയർ ആകും. ഇങ്ങനെയാണ് ഈ ഒരു കളർ വരുന്നത്. ബ്ലാക്കാണ്. ഡാർക്ക് ടോൺ വേണ്ടിയവർക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ് ഈ കാണുന്ന ബ്ലാക്ക് എന്നുള്ളത്. ലാസ്റ്റ് വൺ നമ്മൾ ആദ്യം കണ്ട ബ്ലഡ് റെഡിൻ്റെ തന്നെ ബൂട്ടയിലുള്ള പ്രിൻ്റാണ്. അപ്പോൾ ഇന്ന് കുറച്ച് ബ്രൈറ്റ് ഉണ്ടായിരുന്നു, ലൈറ്റ് ഉണ്ടായിരുന്നു, ഡാർക്ക് ഉണ്ടായിരുന്നു, എല്ലാം കൂടെ ആയിട്ടുള്ളൊരു കോമ്പിനേഷനിലുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സാധാരണ നമ്മളിങ്ങനെ ചെയ്യാറില്ല. ഒരു കളറിൽ തന്നെ ഡിഫറെൻറ്റ് പ്രിൻ്റ് അങ്ങനെയൊക്കെയാണ് കൊണ്ടുവരാറുള്ളത്. ഇത് വന്നിരിക്കുന്നത് ലാസ്റ്റ് വൺ ബ്ലഡ് റെഡ് കളറിൽ ബൂട്ട പോലത്തെ ഒരു പ്രിൻ്റ്. വളരെ ചെറിയൊരു ബൂട്ടയാണ് ഇതിനകത്ത് പോയിട്ടുള്ളത്. ഒരു ബ്ലാക്ക് കളറിലുള്ള ബൂട്ടയാണ് പോകുന്നത്. 44 ഇഞ്ച് വിഡ്ത്തിൽ 129 റുപ്പീസ് പെർ മീറ്ററിലുള്ള റണ്ണിങ് ക്യാമ്പ്രിക് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഞങ്ങളുടെ കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.